അപകട വാർത്തയിൽ പ്രതികരണവുമായി കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാൻ. മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ല എന്നും നടന്നത് രാഷ്ട്രീയമായ ദുരാരോപണമാണെന്നും എം.എൽ.എ. പറയുന്നു. ആരോപണം ഉന്നയിച്ചവർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെന്നും റെജി ചെറിയാൻ വ്യക്തമാക്കി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ എം.എൽ.എയുടെ വാഹനം അത് അപകടത്തിൽപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രതികരണവുമായി വരുന്നു. എം.എൽ.എ. മദ്യപിച്ചിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു. അതിലിപ്പോൾ എം.എൽ.എ. തന്നെ ഒരു വിശദീകരണം നൽകുകയാണല്ലേ? ഗുഡ് ഈവനിംഗ് പ്രജിൻ, അമൃത. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത്. അത് ഒരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു നെടുമുടി സ്വദേശിയായിട്ടുള്ള യുവാവാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ അപകടത്തിന് ശേഷമാണ് ഡിവൈഎഫ്ഐ ജില്ലാ അധ്യക്ഷൻ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. എം.എൽ.എ. മദ്യപിച്ചിരുന്നു എന്നും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് മുൻപ് അവിടെ നിന്നും കാർ എടുത്ത് പോവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ആരോപണം. അതിലാണ് ഇപ്പോൾ ഒരു മറുപടിയുമായി റെജി ചെറിയാൻ വന്നിട്ടുള്ളത്. മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ല. ചമ്പക്കുളം വള്ളംകളി കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അപകടം പറ്റിയ യുവാവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടതെല്ലാം ചെയ്തിരുന്നു. പോലീസ് എത്തി, ഡ്രൈവറെ അവിടെ നിർത്തി. അതിനുശേഷം താൻ സംഭവ സ്ഥലത്ത് നിന്നും പോവുക മാത്രമാണ് ഉണ്ടായത്. തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയമായ ദുരാരോപണമാണെന്നും ആരോപണം ഉന്നയിച്ചവർ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ എം.എൽ.എ. ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. താൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് കൂടി സ്ഥാപിക്കുകയാണ് അദ്ദേഹം. പ്രജിൻ, എന്തായാലും ആ പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇന്നലെ വള്ളംകളി കഴിഞ്ഞ് വൈകിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ ചമ്പക്കുളം വഴി നേരെ പോകാൻ വേണ്ടി വന്നു. സന്ധ്യ 7 മണി കഴിഞ്ഞ സമയമായിരുന്നു. വണ്ടി ദൂരെ ഭയങ്കര സ്പീഡിൽ വരുന്നതാണ്. നമ്മൾ സ്ലോ ചെയ്തിങ്ങനെ വന്ന് ഇടിക്കുകയായിരുന്നു. ആ സ്ഥലത്ത് തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ജനങ്ങളെല്ലാം അടുത്തു. നമ്മുടെ പിള്ളേരെയും കൂട്ടി ഞാനാണ് 100-ൽ വിളിച്ച് ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്നത്. പോലീസിനെ വിളിക്കുന്നത് ഞാനാണ്. അവിടുന്ന് ആ ഒരു ആംബുലൻസ് വന്നു. അതേ കയറ്റി എനിക്കറിയാവുന്ന പിള്ളേരെയും എൻ്റെ കൂടെ കയറ്റിയാണ് മെഡിക്കൽ കോളേജിൽ വിട്ടതിന് ശേഷം പോലീസ് വന്ന് എൻ്റെ ഡ്രൈവർ പോലീസിനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അതുവരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ രാഷ്ട്രീയപരമായിട്ട് അതിനെ കണ്ടതും ഇത് ചെയ്തതും. പക്ഷേ ഇന്നിപ്പം കണ്ടു അത് തെറ്റാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് കൊടുത്ത മാധ്യമങ്ങളൊക്കെ അത് തിരിച്ച് പറയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.